ഞാൻ ഇന്ന് രാവിലെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു പത്രവാർത്തയിലൂടെ മാത്രമാണ് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. അദാനി പോർട്ട് ഇത് സംബന്ധിച്ചുള്ള ഒരു കത്തടപാടോ ഒരു ഇൻഫർമേഷനോ ഗവൺമെന്റ് നൽകിയിട്ടില്ല. ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചതുപോലെ ഈ കൺസെഷനെയറിന്റെ അകത്ത്, ഈ കൺസെഷൻ എഗ്രിമെന്റിന്റെ അകത്ത് ക്ലോസ് 5(3) വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് ദ കൺസെഷനെയർ ഷാൽ നോട്ട് അണ്ടർടേക്ക് ഓർ പെർമിറ്റ് എനി ചേഞ്ച് ഇൻ ഓണർഷിപ്പ് without the prior approval of the authority. Authority is the government of Kerala. നമ്മുടെ മുൻകൂർ അനുമതി ഇല്ലാതെ അവർക്ക് ഒരു തരത്തിലും ഇതിൻ്റെ അകത്തൊരു ചേഞ്ച് ഓഫ് ഓണർഷിപ്പ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കമ്പനി ആക്ട് അനുസരിച്ചിട്ട് 25% മീതെയുള്ള ഒരു ഇത് കൊടുക്കുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഓണർഷിപ്പ് ചേഞ്ചിലേക്ക് പോകുന്ന 75%-ലേറെ പോയാൽ ഇവിടെ അക്വിസിഷൻ ഓഫ് 25% or more of the equity of the concessionaire, whether directly or indirectly, constitute a change of ownership. 25%-ലേറെ അത് ഒരു ഷെയർ കൊടുത്താൽ ഓണർഷിപ്പ് ചേഞ്ചാണ്. അപ്പോൾ ഓണർഷിപ്പ് ചേഞ്ച് ഈ ഗവൺമെന്റിന്റെ, കേരള ഗവൺമെന്റിന്റെ അനുമതി ഇല്ലാതെ അവർക്ക് നടപ്പാക്കാൻ പറ്റില്ല. അപ്പം നമ്മുടെ കയ്യിലേക്ക് അത് വന്നിട്ടില്ല. പരിശോധിക്കാൻ വരുമ്പോൾ നമ്മളത് പരിശോധിക്കുമ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലുള്ള ചില ഉത്കണ്ഠകളുണ്ട്. ആ ഉത്കണ്ഠകൾ കൂടി നമ്മൾ പരിശോധിക്കും. ഒന്നാമത്തെ കാര്യം സെക്യൂരിറ്റിയാണ്, നാഷണൽ സെക്യൂരിറ്റി. അത് ഈ എഗ്രിമെന്റിൽ തന്നെ പറയുന്നുണ്ട്, നാഷണൽ സെക്യൂരിറ്റി. 2 പബ്ലിക് ഇൻട്രസ്റ്റ് ആണ്. നാഷണൽ സെക്യൂരിറ്റി നേരത്തെ പറഞ്ഞു സ്ട്രാറ്റജിക്കൽ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പം നമുക്ക് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും കൂടി അനുമതി ഈ ഇതിന് വേണ്ടി വരും 2 പ്രാവശ്യം. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അനുമതി മാത്രമല്ല, ഈ അനുമതി കൂടി വേണ്ടി വരും. പിന്നെ പബ്ലിക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അങ്ങ് ചൂണ്ടിക്കാണിച്ചു. പക്ഷെ ഭയങ്കരമായി അത് ഭയങ്കര കുഴപ്പമാണെന്നുള്ളതല്ല ഞാൻ പറയുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, കോമൺ യൂസർ ഫെസിലിറ്റി അവിടെ ഉണ്ടാകണം. ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള യൂസർ ഫെസിലിറ്റി ആണ് അവിടെ ഉണ്ടാകണം. എല്ലാവർക്കും ഉപയോഗിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാകാതെ ഒരു മോണോപ്പൊളി, ഒരു കുത്തക അവിടെ ഉണ്ടാകാൻ പാടില്ല ഈ കമ്പനിക്ക്. ആ കുത്തക ഉണ്ടാകില്ല എന്ന് ഗവൺമെന്റാണ്, സംസ്ഥാന സർക്കാരാണ് ഉറപ്പുവരുത്തേണ്ടത്. വിവേചനരഹിതമായി എല്ലാ ഇതിന് ഉപയോഗിക്കുന്ന ആളുകൾക്ക്, അതായത് ഷിപ്പിംഗ് ലൈൻസ് ഉണ്ട്, വെസൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, ഷിപ്പേഴ്സ് ഉണ്ട്, കൺസൈനീസ് ഉണ്ട്, ഫ്രൈറ്റ് ഫോർവേഡേഴ്സ് ഉണ്ട്, മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. ഇവർക്ക് എല്ലാവർക്കും വിവേചനരഹിതമായി സ്ഥലം ഒരു കോമൺ സ്ഥലമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയുള്ള കോമൺ ഫെസിലിറ്റി ഉണ്ടാകണം. ഒരു കുത്തകയായി, കോമൺ യൂസർ ഫെസിലിറ്റി ഉണ്ടാകണം. കുത്തകയായി ഈ കമ്പനിയുടെ കുത്തകയായി മാറരുത് ഒരു കാരണവശാലും. പിന്നെ ഈ കമ്പനി വെറും ഒരു ഫിനാൻഷ്യൽ ഇൻവെസ്റ്റർ മാത്രമല്ല, അവര് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പിംഗ് കമ്പനിയാണ്. കണ്ടെയ്നർ ടെർമിനൽ ഫെസിലിറ്റീസ് എല്ലാം ഉള്ള കമ്പനിയാണ്. അവർ ഏതെല്ലാം രീതിയിലാണ് ഇത് ഉപയോഗപ്പെടുത്താൻ പോകുന്നത് എന്ന് നമുക്ക് പരിശോധിക്കണം. നമ്മൾ ഒരു 5 കാര്യം ഗവൺമെന്റ് ഉറപ്പുവരുത്തും. 5 കാര്യം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട സെക്യൂരിറ്റി, നാഷണൽ സെക്യൂരിറ്റി ആസ്പെക്ട് 1. 2 പൊതു താല്പര്യം. നേരത്തെ ഇപ്പൊ ഞാൻ ഇവിടെ വിശദീകരിച്ചതുപോലെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കോമൺ യൂസർ ഫെസിലിറ്റി ഉണ്ടാകണം എന്നുള്ള കാര്യം. പിന്നെ നല്ല ഫെയർ കോമ്പറ്റീഷൻ, നല്ല മത്സരാധിഷ്ഠിതമായി അവിടെ ഈ കാര്യങ്ങൾ നടക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ പറ്റണം. എല്ലാവർക്കും അതിനുള്ള ആക്സസ് ഉണ്ടാവണം. 4മത്തേത്, നമ്മൾ ഇൻവെസ്റ്റ്മെന്റിനെ പ്രൊമോട്ട് ചെയ്യണം. ഏതെങ്കിലും ഒരു കമ്പനിയുടെ അല്ല, എല്ലാവരുടെയും ഇൻവെസ്റ്റ്മെന്റിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. 5മത്തേത്, നമ്മൾ ഈ വിഴിഞ്ഞം പോർട്ടിന്റെ ഒരു ദൂര കാഴ്ചയോട് കൂടിയ അതിന്റെ ഒരു വികസനത്തിന്റെ ആസ്പെക്ട് കൂടി. ഈ പ്രധാനപ്പെട്ട 5 കാര്യങ്ങളും സംരക്ഷിച്ചുകൊണ്ട് സംസ്ഥാന താല്പര്യവും നമ്മുടെ വരുമാനത്തിന്റെ താല്പര്യവും അവിടെ ഒരു മത്സര അടിസ്ഥാനം, നമ്മുടെ പോർട്ടിന് പുറത്തുള്ള ആക്ടിവിറ്റികൾ കൂടി നല്ല ഗൗരവതരമായി നമുക്ക് കൈകാര്യം ചെയ്യാനും മറ്റ് കമ്പനികൾക്ക് വരാനും ഒക്കെയുള്ള ഒരവസരം ഉണ്ടാകുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ പരിശോധിച്ച് മാത്രമേ ഇതിനുള്ള അംഗീകാരം ഈ സമയം. ശ്രീ ജി സുധാകരൻ. ആലപ്പുഴ ജില്ലയിലെ സഭയിൽ മുഖ്യമന്ത്രി മറുപടി നൽകുകയും ചെയ്തിരിക്കുകയാണ് വിഴിഞ്ഞത്തിന്റെ കരാറുമായി ബന്ധപ്പെട്ട്. റഷീദ് വിവരങ്ങളുമായി. റഹീസ്, ഇപ്പോൾ സഭയിൽ 5 കാര്യങ്ങളിൽ ഉറപ്പാക്കി മാത്രമേ അനുമതി നൽകൂ എന്നുള്ള കാര്യം മുഖ്യമന്ത്രി പറയുന്നു. ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആശങ്കകളിൽ മുഖ്യമന്ത്രി വ്യക്തമായ മറുപടി നൽകി, അല്ലേ? സ്മൃതി, അങ്ങനെയാണ്. ഓഹരി കൈമാറ്റം സംബന്ധിച്ച് സംസ്ഥാനത്തെ
ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ പലതരത്തിലുള്ള ആശങ്കകളുണ്ട്. അതാണ് സബ്മിഷനായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇന്ന് സഭയിൽ ഉന്നയിച്ചത്. പ്രത്യേകിച്ച് കരാറിൽ 26% ഇത് മാത്രമേ ഓഹരി മാത്രമേ കൈമാറ്റം ചെയ്യാൻ പറ്റൂ എന്നുണ്ടെന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. 49% ഷെയറാണ് MSC കമ്പനിക്ക് നൽകാനുള്ള ഒരു തത്വത്തിലൊരു ധാരണ അദാനിയും MSC കമ്പനിയും തമ്മിൽ ആയത്. അതായത് 13,000 കോടി രൂപയുടെ ഇടപാടാണ് ഇത് നടന്നത്. ഇതുമായി ബന്ധപ്പെട്ട സെബിയുടെ അനുമതിയും അദാനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതേ തുടർന്നാണ് ഇന്നലെ ഈ വിവരം പുറത്തറിയുന്നത്. സ്വാഭാവികമായും സെബിയുടെ അനുമതി കിട്ടിയതിന് ശേഷം മാത്രമേ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളെ ഇതുമായി ബന്ധപ്പെട്ട ആശയവിനിമയം നടത്താൻ കഴിയൂ എന്നാണ് അദാനി പോർട്ട് അധികൃതരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ നടക്കും. സംസ്ഥാന സർക്കാരിനെയും ഒപ്പം കേന്ദ്ര സർക്കാരിനെയും, പ്രത്യേകിച്ച് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന തീരം ആയതിനാൽ കേന്ദ്ര സർക്കാരിനെ കൂടി ഇത് ബാധിക്കും. അക്കാര്യം പിണറായി വിജയൻ എടുത്തു പറഞ്ഞു. പ്രത്യേകിച്ച് പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായ സമയത്ത് വിഴിഞ്ഞമൊക്കെ ഇതിൻ്റെ ഭാവം അല്ല വിഴിഞ്ഞം ഉള്ള ഒരു സ്ഥലമായിരുന്നു എന്ന കാര്യം പറഞ്ഞു. പ്രത്യേകിച്ച് പിണറായി വിജയൻ പറഞ്ഞ ആശങ്ക ഈ വിഴിഞ്ഞം വരുന്നത് കൊണ്ട് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമായി വിവിധ കമ്പനികളുടെ കപ്പലുകൾ ഇവിടെ എത്തും. അതനുസരിച്ച് സംസ്ഥാനത്തിനും അതുവഴി രാജ്യത്തിനും നേട്ടമുണ്ടാകും. പക്ഷേ MSC എന്നത് ലോകത്തെ ഒരു ഭീമൻ കപ്പൽ കമ്പനിയാണ്. MSC 49% ഷെയർ ഇത് ഏറ്റുവാങ്ങുമ്പോൾ ഇവിടെ MSCയുടെ കപ്പൽ മാത്രം വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമോ? മറ്റ് കപ്പൽ കമ്പനികൾക്ക് കാലക്രമേണയെങ്കിലും ഇങ്ങോട്ടേക്ക് അടുക്കാൻ പറ്റാതിരിക്കുന്ന പ്രശ്നമുണ്ടാകുമോ എന്നൊരു ആശങ്ക പ്രധാനമായും പിണറായി വിജയൻ ഉന്നയിച്ചു. ഈ ആശങ്കകളടക്കം മുഖവിലക്കെടുക്കുന്നു എന്ന കാര്യമാണ് മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചത്. എന്ന് മാത്രമല്ല, മാധ്യമങ്ങളിൽ കണ്ട വിവരങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് സംബന്ധിച്ച് ഒരു ഫയലും സർക്കാരിന്റെ മുമ്പിൽ വന്നിട്ടില്ല. ആ ഫയലിൽ തീർപ്പ് കൽപ്പിക്കുമ്പോൾ പ്രതിപക്ഷം പറഞ്ഞ ആശങ്കകൾ കൂടി എടുക്കും എന്ന കാര്യമാണ് VD സതീശൻ പറഞ്ഞത്. ശരി, PR സുനിൽ കൂടിയുണ്ട് വിശകലനമായി. സുനിൽ, ഇപ്പോൾ സംസ്ഥാനത്തെ സംബന്ധിച്ച് വലിയ വികസന സാധ്യതകളുള്ള ഒരു കരാറാണ്. പക്ഷേ ഇപ്പോൾ ഈ ഓഹരി കൈമാറ്റം അത് സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിട്ടില്ല എന്നുള്ള കാര്യം മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ പറയുകയാണ്. അദാനി അക്കാര്യം അറിയിച്ചിട്ടില്ല. പക്ഷേ സെബിയുടെ അനുമതി ഇതിനകം തേടിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട വാർത്തയായി പത്രങ്ങളിൽ വന്നു കഴിഞ്ഞു. അടുത്ത നടപടിയാണ് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ അനുമതി തേടുക എന്നത്. അതിലേക്ക് അദാനി കടക്കാനിരിക്കുന്നതാണ്. സംസ്ഥാനത്തെ സംബന്ധിച്ച് ഇതിൽ ഉയരുന്ന ആശങ്കകൾ എന്താണ് സുനിൽ? ഇപ്പോൾ ആശങ്കകൾ മാത്രമല്ല, ഒരു വലിയ വികസന പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷവും ആ രൂപത്തിൽ പൂർണ്ണമായും എതിർക്കുന്ന രൂപത്തിലല്ല അതിനോട് പ്രതികരിച്ചിട്ടുള്ളത്. പക്ഷേ ചില ആശങ്കകളുണ്ട്. അത് ക്ലിയർ ചെയ്യണമെന്നാണല്ലോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. സ്മൃതി, ആഗോളതലത്തിൽ നമുക്കറിയാം $86 ബില്യൺ ആസ്തിയുള്ള വലിയ ഷിപ്പിംഗ് കമ്പനിയാണ് MSC കമ്പനി എന്ന് പറയുന്നത്. ഈ കമ്പനിയാണ് അദാനിയുടെ വിഴിഞ്ഞം തുറമുഖത്ത് ഇപ്പോൾ നിക്ഷേപം നടത്തും എന്നുള്ള വാർത്ത ഇന്നലെ അദാനിയാണ് പുറത്തുവിട്ടത്. 49% ഷെയർ ഈ കമ്പനി വാങ്ങും എന്നാണ് അദാനി അറിയിച്ചത്. അപ്പോൾ ഇങ്ങനെയൊരു ഡീൽ ഏത് രീതിയിൽ അദാനി തീരുമാനിച്ചു എന്ന രാഷ്ട്രീയ ചോദ്യമാണ് ഇന്ന് നിയമസഭയിൽ ഉയർന്നത്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ ചൂണ്ടിക്കാണിച്ചത് 25% ഷെയർ അദാനിക്ക് വിൽക്കണമെങ്കിൽ അതിന് സംസ്ഥാന സർക്കാരിന്റെ അനുമതി വേണം. ഇപ്പോഴും വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉടമസ്ഥാവകാശം കേരള സർക്കാരിന്റെ കയ്യിൽ തന്നെയാണുള്ളത്. അദാനിക്ക് ഇത് 40 വർഷത്തേക്ക് ലീസിന് നൽകിയിരിക്കുകയാണ് ഈ തുറമുഖം നടത്താനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് കേരള സർക്കാരിന്റെ ഉടമസ്ഥാവകാശമുള്ള ഒരു കമ്പനിയുടെ ഷെയർ കേരള സർക്കാർ അറിയാതെ അദാനി ഒരു വിദേശ കമ്പനിക്ക് കൈമാറാനുള്ള തീരുമാനമെടുത്തത് എന്ന വലിയ രാഷ്ട്രീയ സാഹചര്യം ഇവിടെ നിലനിൽക്കുകയാണ്. രണ്ടാമത്തെ വിഷയം, ഇത് ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യം തന്നെയാണ്. തീർച്ചയായും ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ക്ലിയറൻസ് ഈ ഡീലിന് അത്യാവശ്യമാണ്. കാരണം വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് വളരെ തന്ത്രപ്രധാനമായ ഒരു തുറമുഖമാണ്. ആഴക്കടൽ, വലിയ ആഴമുള്ള കപ്പൽച്ചാലുകൾ ഉള്ള ഒരു തുറമുഖം കൂടിയാണ് വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത്. അടിയന്തര സാഹചര്യങ്ങളിലൊക്കെ തന്നെ വൻ യുദ്ധക്കപ്പലുകൾക്ക് വന്നു പോകാനും നിൽക്കാനും ഒക്കെ കഴിയുന്ന വളരെ തന്ത്രപ്രധാനമായ ഒരു തുറമുഖമാണ്. മാത്രമല്ല ശ്രീലങ്ക വളരെ അടുത്തുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ ഇത്രയും തന്ത്രപ്രധാന മേഖലയിലുള്ള ഒരു തുറമുഖം അത് കേന്ദ്ര സർക്കാരിന്റെ അനുമതിയില്ലാതെ, കേരള സർക്കാരിന്റെ അനുമതിയില്ലാതെ എങ്ങനെ അതിന്റെ ഓഹരി വിദേശ കമ്പനിക്ക് നൽകാനുള്ള തീരുമാനം അദാനി എടുത്തു എന്നതാണ്. അപ്പോൾ ഏതായാലും ഈ വിഷയത്തിൽ കേരള സർക്കാരിന് യാതൊരു അറിവും ഇല്ല എന്നിപ്പോൾ മുഖ്യമന്ത്രി വിശദീകരിക്കുമ്പോൾ ഇപ്പോൾ അദാനി ആ അനുമതി തേടുമെന്ന് അറിയിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും എന്തുകൊണ്ട് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളെ ആദ്യം അറിയിച്ചിട്ടില്ല? സെബിയുടെ അനുമതി തേടിയ ശേഷം സംസ്ഥാന കേന്ദ്ര സർക്കാരുകളെ അനുമതിക്കായി നീങ്ങുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ അദാനി ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കോർപ്പറേഷനുമായി അദാനി പോർട്ട് ഇങ്ങനെ ഒരു കരാറിലേക്ക് എത്തുമ്പോൾ
ഈ പറയുന്ന MSCയുടെ കപ്പലുകൾക്ക് മാത്രമാണോ വന്നു ചേരാനാവുക? ഈ 49% ഷെയർ വിൽക്കുമ്പോൾ ആ തരത്തിലൊരു മൊണോപ്പൊളി സംഭവിക്കുമോ എന്ന ആശങ്കയാണ് പ്രതിപക്ഷ നേതാവും ഉന്നയിച്ചത്.